വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. നമുക്കിന്ന് ചെറുപയർ മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. മുളപ്പിച്ച ചെറുപയറിന്റെ തോരൻ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളപ്പിച്ച ചെറുപയറിൽ പ്രോട്ടീൻ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ധാന്യങ്ങളും മുളപ്പിച്ച് കഴിക്കണം എന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയാറുള്ളത്. പക്ഷെ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് മുളപ്പിക്കാറില്ല. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ചെറുപയർ മുളപ്പിച്ചതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു മുളപ്പിച്ച ചെറുപയർ ഉപയോഗിച്ചിട്ട് അടുത്ത ദിവസം ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുളപ്പിച്ച ചെറുപയർ നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, തോരൻ ഉണ്ടാക്കാം, ചെറുപയർ പുഴുക്ക് ഉണ്ടാക്കാം, ചെറുപയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പല റെസിപ്പികൾ ചെയ്യാം. ചെറുപയർ മുളപ്പിച്ചിട്ട് നമുക്ക് വെറുതെ കഴിക്കാം. കടല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വെറുതെ കഴിക്കുന്നതും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ കടല മുളപ്പിച്ചത് കഴിക്കുന്നതും ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ വെറുതെ കഴിക്കാനും സാലഡായിട്ട് കഴിക്കാനും എല്ലാത്തിനും പറ്റിയൊരു റെസിപ്പിയാണ് ഞാനിന്നിപ്പോൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ റെസിപ്പി അല്ല, എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മുളപ്പിച്ച ചെറുപയർ തോരനാക്കുന്നത് അടുത്ത ദിവസമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചെറുപയർ മുളപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് പയർ മുളപ്പിച്ച് തോരനുണ്ടാക്കുന്നതിന് പയർ എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോ ഇതുപോലെയുള്ള ചെറുപയർ ഒരു 10 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണിത്. ഇതിപ്പോ പയർ നന്നായി വലുപ്പം വെച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ സോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പയർ മുളപ്പിക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയറിൽ മുള വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യുക. ഞാനിതിപ്പോൾ 10 മണിക്കൂർ സോക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി കഴുകിയെടുത്തു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയർ ഇത് കണ്ടു ഇതുപോലെ പൊട്ടി വരുന്നുണ്ട്. നമ്മൾ ഇത്രയും സമയം സോക്ക് ചെയ്യുമ്പോൾ തന്നെ പയർ ഇതുപോലെ പൊട്ടി വരും. അപ്പോൾ ഇത് പൊട്ടിപ്പോയി എന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊട്ടി വന്നിട്ടാണ് അത് മുള വരുന്നത്. ഇനി നമ്മളിത് ഒരു ദിവസം, അതായത് 24 മണിക്കൂർ എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോഴത് കറക്റ്റായിട്ട് മുള പൊട്ടി വരുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് വൈകിട്ടാണ് ഇതുപോലെ എടുത്ത് മുളയ്ക്കാൻ വേണ്ടി വെക്കുന്നത്. നാളെ വൈകിട്ടേ നമ്മളിത് കറിയാക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറേ ഹോൾസ് ഉള്ള നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ടല്ലോ, അതുപോലെ വെള്ളം സ്ട്രെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഈ ഒരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാനിപ്പോൾ ഈ പയർ എടുത്ത് വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെയിനറിൽ നിന്ന് വെള്ളം ഊർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റോ എന്തെങ്കിലും അടിയിൽ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് പയർ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ച് അധികം ചൂടില്ലാത്ത സ്ഥലത്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ നമ്മുടെ ഈ പയർ മുള വരാനായിട്ട് സമയം കൂടുതൽ എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ചൂടുള്ള സ്ഥലത്താകുമ്പോൾ പയറിൻ്റെ നനവ് അങ്ങ് വലിഞ്ഞു പോകും. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ചു കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കിച്ചണിൽ തന്നെയാണ് വയ്ക്കുന്നതെങ്കിൽ കിച്ചണിൽ അധികം ചൂടില്ലാത്ത ഭാഗത്ത്, നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്തൊന്നും അല്ലാതെ സ്റ്റൗവിൻ്റെ അടുത്തൊന്ന് മാറ്റി വയ്ക്കുക. ചൂടുള്ള ഭാഗത്താണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കണം. ചൂടില്ലാത്ത ഭാഗത്താണെങ്കിൽ നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തനിയെ ഇരുന്ന് മുള പൊട്ടി വന്നോളും. ഇപ്പോൾ ഇത് സാധാരണ നമ്മളിപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ പ്രോജക്റ്റിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഞാനിപ്പോൾ കിച്ചൂസിനൊക്കെ എങ്ങനെയാണ് മുളപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ക്ലോത്തിൽ കെട്ടി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. നനവുള്ള ക്ലോത്തിൽ കെട്ടി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ അതിനൊരു സ്മെല്ല് വരാറുണ്ട്. അതുകൊണ്ട് ആ ക്ലോത്തിൽ കെട്ടി വയ്ക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നതാണ്. ഇനി ഇതിപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ സാധാരണ അടച്ചു വെക്കില്ലേ, അതുപോലെ വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോൾ ഇതിൽ കുറച്ച് നനവ് കുറവുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. അതിനുശേഷം ഉച്ചയ്ക്കൊന്ന് കയ്യിൽ ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുക. നനവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം തളിക്കേണ്ട ആവശ്യമില്ല. നനവില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം തളിക്കാം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ പയറിന് മുള പൊട്ടി വരും. ഇനി ഇത് മുളച്ച് വന്നതിന് ശേഷം നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ഇനി ഇത് ഞാൻ എടുത്ത് വെക്കാൻ പോവാണ്. നമുക്ക് മുളച്ചതിന് ശേഷം കാണാം. അപ്പോൾ ഈ അടിയിലെ ട്രേ അടക്കം ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് ഓരോ ഡ്രോപ്സ് ആയിട്ട് കുറച്ച് വെള്ളം വീഴും. അപ്പോൾ നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു പാത്രം വെച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയ പാത്രമാണെങ്കിലും വെച്ചു കൊടുത്താൽ മതി. ആ വെള്ളം കൗണ്ടർ ടോപ്പിൽ വീഴാതിരിക്കുക, നനവ് അവിടെ ഉണ്ടാവാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് നാളെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ പയർ മുളപ്പിച്ചത് നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ പയറുകളൊക്കെ നന്നായി മുളച്ചു. ഇത് കണ്ടോ, ഇതുപോലെ മുള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ടാണ് പയറെടുത്ത് വെച്ചത്. ഇന്ന് വൈകിട്ടായപ്പോഴേക്ക് ഇതുപോലെ മുളയൊക്കെ പൊട്ടി വന്നു. അപ്പോൾ 24 മണിക്കൂറാണ് ഞാനിത് വെച്ചത്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിരുന്നു. ചൂടായതുകൊണ്ടാണ് വെള്ളം തളിച്ചു കൊടുത്തത്. 24 മണിക്കൂറൊക്കെ ആണെങ്കിൽ ഇത്രയും നീളത്തിൽ മുള വരും. ഇത്രയും നീളത്തിൽ. ഇതിലും കൂടുതൽ സമയം വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നീളത്തിൽ മുള വരും. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയറിനൊരു
ചെറിയ സ്മെല്ല് വ്യത്യാസം വരും കൂടുതൽ ദിവസം നമ്മൾ വെക്കുമ്പോൾ. അപ്പോൾ കൂടുതൽ ദിവസം വെക്കാതിരിക്കായിരിക്കും നല്ലത്. 24 മണിക്കൂർ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത്രയും നീളത്തിൽ മുള വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയും പയർ മുളയ്ക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ നമുക്കൊരു 16 മണിക്കൂർ 18 മണിക്കൂറൊക്കെ ആകുമ്പോൾ നോക്കുമ്പോൾ ചെറിയ മുള ഉണ്ടാവുള്ളൂ. ആ സമയമാകുമ്പോൾ എടുക്കാം. ഇതിലും കൂടുതൽ മുള വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 30-32 മണിക്കൂറാകുമ്പോൾ എടുക്കാം. പക്ഷെ അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ സ്മെല്ലിന്റെ ആ ഒരു പ്രശ്നം വരുന്നത്. ആ സ്മെല്ല് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും എടുക്കാം. അപ്പോൾ ഞാനിത് പയർ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പയർ തോരനോ പയർ മെഴുക്കുവരട്ടിയോ ഏതാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിലുള്ള പയർ തോരനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളപ്പിച്ച പയർ നമ്മൾ വേവിക്കുമ്പോൾ ഓവറായിട്ട് കുക്കായി പോകരുത്. ഓവറായിട്ട് കുക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ പയറിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സാലഡായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സാലഡിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ വെറുതെ കഴിക്കാനാണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിതിപ്പോൾ തോരൻ ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ട് തോരൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും മുളച്ചാൽ മതി ഈ പയർ, അതുകൊണ്ടാണ് ഇത്രയും മുളപ്പിച്ചപ്പോൾ ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് പയർ മുളപ്പിക്കാം എന്ന് മനസ്സിലായില്ലേ. പിന്നെ ചൂട് ക്ലൈമറ്റ് ആണ്, ക്ലൈമറ്റ് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് 2 പ്രാവശ്യത്തിന് പകരം 4-5 പ്രാവശ്യം നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ, ചെറിയ തുമ്മലൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ട് അത്ര പെർഫെക്റ്റ് അല്ല ഇന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ പയർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഈ പയർ തോരനാണെങ്കിലും നമുക്ക് സാലഡൊക്കെ കഴിക്കുന്ന പോലെ വെറുതെ സ്പൂണിൽ കോരി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെ തന്നെ കഴിക്കണം എന്നൊന്നുമില്ല. ഞാൻ ഈ പയർ തോരൻ വെറുതെ സ്പൂണിൽ ഇങ്ങനെ കോരി കഴിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ചായയുടെ കൂടെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇപ്പോൾ ഒരു 11 മണിക്ക് വെറുതെ കഴിക്കാനൊക്കെ ആണെങ്കിലും ഇതുപോലെ പയർ തോരൻ ഉപയോഗിക്കാം. ഈ പയർ ഉപയോഗിച്ചിട്ടുള്ള തോരൻ. അപ്പോൾ എന്തായാലും എല്ലാവരും പയറൊക്കെ മുളപ്പിച്ച് വയ്ക്കും, നമുക്ക് തോരൻ ഉണ്ടാക്കാം.